ഹലോ, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പം അതിന് ആദ്യം തന്നെ ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് ചട്ടി ചൂടായി നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിൽ നമ്മൾ 1 കിലോ ചിക്കനിലേക്കുള്ള റെസിപ്പിയാണ് കേട്ടോ പറയണത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 പിടി ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, ഇത് 3ഉം കൂടി ഞാൻ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒന്ന് ചതച്ചെടുത്തതാണ് മിക്സിയിലിട്ടിട്ട്. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു വല്യുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വല്യുള്ളിയും പിന്നെ പച്ചമുളകും ഇത് ആദ്യം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ചെറിയുള്ളി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വല്യുള്ളീൻ്റെ ആവശ്യമില്ല. ചെറിയുള്ളി കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റോസ്റ്റൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാതും കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക. പച്ചമുളക്, വല്യുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തത് ഇത് ആദ്യം ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ 2 തക്കാളി ഞാൻ മുറിച്ചതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കും. ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് ആവിയിലൊന്ന് ഇരുന്ന് ഒന്ന് വഴണ്ട് വരണം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഇപ്പോൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായി വേഗം ഉള്ളി വഴണ്ട് കിട്ടും കണ്ടോ. അപ്പം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി വഴണ്ട് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഈ മൺചട്ടിയാണ് ആയത് കാരണം വേഗം അടി പിടിക്കാൻ ചാൻസ് ഉണ്ടേ. അപ്പോൾ നമ്മൾ അതിന് സമയം കൊടുക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളൊന്ന് അടച്ചു വെക്കുന്ന സാധനമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചട്ടി നമുക്ക് പണി തരും. നല്ല ടേസ്റ്റാണ് ചട്ടിയിൽ ഉണ്ടാക്കിയാൽ. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മളിത് മൈൻഡ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ വേഗം അടി പിടിക്കും കേട്ടോ. ഇപ്പം തന്നെ അതിലേക്കുള്ള മസാല ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും മസാലകളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വേറൊരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല, പെപ്പർ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ എപ്പോഴും ഇങ്ങനെ റോസ്റ്റൊക്കെ ആക്കാൻ വേണ്ടി ചെറുതാക്കി നുറുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ മസാല എരിവും പുളിയൊക്കെ നമ്മുടെ ഈ ചിക്കനിൽ നല്ല ഇങ്ങനെ പിടിക്കുക. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി ചിലർക്ക് വലിയ പീസായിരിക്കും, അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ഒന്നും കൂടി ചിക്കൻ ചെറിയ പീസുകളാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പം ഞാൻ അത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ. അടച്ച് വെച്ച് വേവിച്ച ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളം കേട്ടോ ഈ ഇറങ്ങിയിട്ടുള്ളത്. ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. വീണ്ടും ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ എല്ലാന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മൾ മൺചട്ടി ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഇറങ്ങി. ഇനി നമ്മളൊന്ന് മൂടിയൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതപ്പം നമ്മളുടെ റോസ്റ്റ് ഏകദേശം ഒരു സെമി ഗ്രേവി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ ഇട്ടെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയും ഉണ്ടാവും, നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയും 1 പിടി ചപ്പും കൂടി ഇട്ടുകൊടുത്ത് നല്ലൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ തുള്ളി വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക. ഞാൻ അപ്പോൾ അത് ചെയ്യുന്നില്ല. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിൽ തന്നെ ഉണ്ട്. അത് കാരണം വേറെ വെളിച്ചെണ്ണ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മളുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിന് കറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഈ റോസ്റ്റും പിന്നെ അമരപ്പേരിയും ചിക്കൻ റോസ്റ്റും കേട്ടോ ഇന്നത്തെ നമ്മളുടെ ലഞ്ച്. അപ്പം ഞങ്ങളിത് ലഞ്ചൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.